ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളെല്ലാവരും വാർത്തയിൽ ഇന്ന് കണ്ടു കഴിഞ്ഞു. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിൽ നിന്നും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് രാജിവെച്ച് പുറത്തു പോയിരിക്കുകയാണ്. വളരെ വിഷമം തോന്നി ആ കാഴ്ച കണ്ടപ്പോൾ. തെറ്റ് ചെയ്യുന്നത്, തെറ്റുകൾ സംഭവിക്കുന്ന മനുഷ്യ സഹജം. തെറ്റുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. പക്ഷേ മലയാളം സിനിമ, ആ താരസംഘടന അമ്മ, അതിൻ്റെ അവസാനം ഈ രീതിയിലായിപ്പോയി എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുക. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് ഈ സംഘടനയുടെ കീഴിൽ ആർട്ടിസ്റ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നു. അങ്ങനെ 2024 അവസാനിക്കാൻ പോകുമ്പോൾ തിരുവോണത്തിന് മുന്നോടിയായിട്ട് ഇങ്ങനെയൊരു ശോചനീയമായ മുഹൂർത്തം തികച്ചും വേദനാജനകം തന്നെയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതുകൊണ്ടൊന്നും മലയാള സിനിമാ വ്യവസായം ഇവിടെ സ്റ്റോപ്പാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറാറുണ്ട്. എന്ന് കരുതി കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഇവിടെ സ്റ്റോപ്പായി പോയിട്ടുണ്ടോ? ഇല്ല. കാരണം അതെല്ലാം പൊതു സ്വത്താണ്, ആരുടെയും സ്വന്തമല്ല. അതുപോലെ തന്നെയാണ് മലയാള സിനിമാ വ്യവസായവും. കുറച്ച് താരങ്ങൾ ഒരുമിച്ച് രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തം പൈതൃക സ്വത്താണ്. ഒരുപാട് കാലാകാലങ്ങളായിട്ട് ഒരുപാട് പ്രഗത്ഭരായ കലാപ്രതിഭകളെയും കലാതിലകങ്ങളെയും നമുക്ക് സമ്മാനിച്ച നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വെള്ളിത്തിര. അപ്പോൾ നമ്മൾ മലയാളീസ് ആരും ഒരിക്കലും ആഗ്രഹിക്കാറില്ല ഈ കേരളം മുഴുവൻ മുടിഞ്ഞു പോകണം. ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ അങ്ങനെ? ഇല്ല. അതുപോലെ ലോകം മുഴുവൻ കോടിക്കണക്കിന് പ്രേക്ഷകരുള്ള നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അത് തൊലഞ്ഞു പോകണമെന്ന് സിനിമാ ലോകത്തെ ദൃശ്യചാരുതകളെ സ്നേഹിക്കുന്ന ഒരു പ്രേക്ഷകരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കില്ല നമ്മുടെ സ്വന്തം വെള്ളിത്തിര തൊലഞ്ഞു പോകണമെന്ന്. അതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയം, ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രിയും നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഇവിടെയുണ്ട്. പക്ഷെ നമ്മളാരും ആഗ്രഹിക്കാറില്ല നമ്മുടെ കേരളം മുടിഞ്ഞു പോകണം, കേരള രാഷ്ട്രീയം മുടിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് മുടിഞ്ഞു പോകണം, മുല്ലപ്പെരിയാർ പൊട്ടണം, 50 ലക്ഷം ജനങ്ങളും മരിച്ചു പോകണം എന്നൊക്കെ ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തെറ്റുകൾ സംഭവിച്ചു, അത് തിരുത്തപ്പെട്ടു. അത് ആ സംഘടന ഇപ്പോൾ അവിടെ പ്രവർത്തനം സ്റ്റോപ്പായി. ഇനിയിപ്പോൾ പുതുതലമുറ ആ സ്പേസിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവർക്ക് ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പഴയ തെറ്റുകളൊന്നും കടന്നു വരാതെ മലയാളത്തിൻ്റെ സ്വന്തം വെള്ളിത്തിരയെ ഒരു പുതുപുത്തൻ വെളിച്ചത്തിലൂടെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇനി കടന്നു വരുന്ന പുതുതലമുറയുടെ നുകം, അവരുടെ ഉത്തരവാദിത്വം. അപ്പം നമുക്കെപ്പോഴും വേണ്ടതൊരു ശുഭ പ്രതീക്ഷയാണ്, പുത്തൻ പ്രതീക്ഷകളാണ്. ഇന്ന് സംഭവിച്ചത് നാളെ സംഭവിക്കാൻ പാടില്ല. നാളെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കണം നമ്മുടെ മലയാളക്കരയിൽ. അതല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്? അതെ. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്ന് പോലും പലരും മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചതൊക്കെ തന്നെയല്ലേ. അത് സംഭവിച്ചെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്ന് കുറച്ച് താരങ്ങൾ ഒരു സംഘടനയിൽ നിന്ന് പുറത്തുപോയി. പക്ഷേ ഇപ്പം ഞാൻ പറയാം, പ്രേം നസീറും ജയനും ഒക്കെ, അത്തരം സൂപ്പർ താരങ്ങളൊക്കെ അവരുടെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചെന്താ, മലയാള സിനിമ ഇതോടെ തീർന്നു അല്ലേ? പക്ഷേ അങ്ങനെ തീർന്നു എന്ന് വിചാരിച്ചിടത്ത് നിന്നാണ് നമ്മുടെ മെഗാസ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും പുത്തൻ താരോദയം നടത്തിയത്.
അവർ വളർന്ന് വലുതായി മലയാളത്തിൻ്റെ മെഗാസ്റ്റാറുകളായി ഇത്രയും കാലഘട്ടം, നീണ്ട കാലഘട്ടങ്ങൾ ഇവിടെ തകർത്താടിയത്. ഇപ്പം അവരൊക്കെ വാർദ്ധയ്ക്ക് കുറച്ച് അങ്ങനെയല്ല, അവരും ഇപ്പോൾ സീനിയറായി കഴിഞ്ഞു പ്രായം കൊണ്ട്. അപ്പോൾ ഇനി കടന്നു വരേണ്ടത് പുതുതലമുറയാണ്. അവരാണ് മലയാള സിനിമാ ലോകത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. എന്ന് വെച്ച് ഇപ്പോൾ സംഘടനയിൽ നിന്ന് പുറത്തു പോയ താരങ്ങൾ, അവർ മലയാള സിനിമയിലെ കഴിവുള്ള താരങ്ങൾ തന്നെയാണ്. പിന്നെ നമുക്ക് എപ്പോഴും ഇന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ സംഭവിക്കാൻ പാടുള്ളൂ, സ്ത്രീകളുടെ സുരക്ഷ എല്ലാവരുടെയും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളുടെ ലൈഫ് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്, നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. മറ്റുള്ളവർക്ക് ചവിട്ടി മെതിക്കാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ ഒരു ബോള് പോലെ മുന്നോട്ട് വെച്ച് കൊടുക്കേണ്ട ഒന്നല്ല നമ്മുടെ ലൈഫ്. മൈ ലൈഫ് ഈസ് മൈ ലൈഫ്, മൈ ഓൺ ലൈഫ് എന്നെല്ലാവരും, ഓരോ മനുഷ്യരും ഇങ്ങനെ വ്യക്തിപരമായി ചിന്തിക്കുന്നിടത്ത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം ഉറപ്പായിട്ടും മെച്ചപ്പെടും. എൻ്റെ ജീവിതം വിലയുള്ളതാണ് എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നിടത്ത് എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടും, വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും, ഇല്ലേ? തീർച്ചയായും. അപ്പോൾ നമ്മൾ മലയാളക്കരയിലെ മലയാളികൾ പരസ്പരമുള്ള സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും, കലാകാരന്മാരായാലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായാലും, നമ്മുടെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും കായിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും, നമ്മൾ കേരളീയരാണ്, അല്ലേ? മലയാളത്തിൻ്റെ സ്വന്തം നാട്. അപ്പോൾ നമ്മൾ മലയാളീസ് എന്ന ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മുടെ കേരളക്കരയിൽ അരങ്ങേറുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കാനായിട്ട്, അല്ലേ? എല്ലാവരും മനുഷ്യരാണ്, എല്ലാ തലമുറകളിലും പ്രശ്നങ്ങൾ അരങ്ങേറാറുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഈ സുന്ദരമായ കേരളത്തിൽ ഇനിയും നല്ല നല്ല കാര്യങ്ങൾ അരങ്ങേറട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. നല്ല പുത്തൻ പ്രതീക്ഷകളോടുകൂടി ഒരു നല്ല നാളേക്ക് വേണ്ടി സന്തോഷത്തോടെ നമുക്ക് കാത്തിരിക്കാം, ശുഭപ്രതീക്ഷയോടെ, അല്ലേ? അത്രയൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ.